അത് നമ്മൾ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നോക്കുന്നത്. സോ അതിൽ കോറിലേഷനാണ് ഇവിടെ പറയാൻ പോകുന്നത്. കോറിലേഷൻ അനലൈസിസ് ഡീൽസ് വിത്ത് ദി അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്, രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസിൻ്റെ അസോസിയേഷനെയാണ് നമ്മളെന്ത് പറഞ്ഞ കോറിലേഷൻ അനലൈസിസ് എന്ന് പറയുന്നത്. അത് സിംപ്സൺസ് ആൻഡ് കഫ്ക എന്ന് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് പറയുന്നതാണ്. അടുത്തത് ഇഫ് ടു ഓർ മോർ ക്വാണ്ടിറ്റീസ് വേരി ഇൻ സിമ്പതി സോ ദാറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ വൺ ടെൻഡ് ടു ബി അക്കമ്പനീഡ് ബൈ കറസ്പോണ്ടിങ് മൂവ്മെൻറ്റ്സ് ടു ദി അതർ ദെൻ ദേ ആർ സെഡ് ടു ബി കോറിലേറ്റഡ്. അതായത് ഒന്നിൻ്റെ മൂവ്മെൻറ്റ് മറ്റേതിനനുസരിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മൂവ് ചെയ്യണം, അതിൻ്റെ അതേ ഇതിലാണ് മറ്റോ മൂവ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, കോറിലേറ്റ് എന്ന് പറയും. അല്ല അതേ ഡയറക്ഷനിലാവണമെന്നില്ല, ഇപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ആണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് വേരിയബിൾസിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്നതാണ് കോറിലേഷൻ എന്നാണ് LR കോർണർ എന്ന് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റീഷ്യൻ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വൺ, വെൻ ദി relationship is of a quantitative nature, the appropriate statistical tool for discovering and measuring the relationship and expressing it in brief formula is known as correlated. പിന്നെ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് നാച്ചുറിൻ്റെ ബേസിൽ നമ്മൾ രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതാണ് കോറിലേഷൻ എന്ന് ക്രോക്സ്റ്റോൺ ആൻഡ് കൗഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് പറയുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, കോറിലേഷൻ അനലൈസിസ് അറ്റംപ്റ്റ്സ് ടു ഡിറ്റർമിൻ ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രീനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് ലുൻ ചൗ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റിസ്റ്റീഷ്യൻ പറയുന്നുണ്ട്. ദെൻ AM ടെറ്റിൽ എന്ന് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റീഷ്യൻ പറഞ്ഞു കോറിലേഷൻ ഈസ് ആൻ അനലൈസിസ് ഓഫ് ദി കോവേരിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അതിലധികമോ വേരിയബിൾസിൻ്റെ കോവേരിയേഷൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അതായത് രണ്ടോ അതിലധികമോ വേരിയേഷൻ തമ്മിലുള്ള കോവേരിയേഷൻസിനെയാണ് നമ്മൾ കോറിലേഷൻ അനലൈസിസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 5 സ്റ്റാറ്റിസ്റ്റീഷ്യൻ പറയുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള നാച്ചുറിൻ്റെയും അതേപോലെ അവരുടെ അസോസിയേഷനൊക്കെ കുറിച്ച് പറയുന്നതാണ് ഈ കോറിലേഷൻ എന്ന് പറഞ്ഞത്, കോറിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി കോറിലേഷൻ ടൈപ്സ് ആണ് അടുത്ത് പറഞ്ഞത്. 3 ടൈപ്പാണുള്ളത്: പോസിറ്റീവ് ഓർ നെഗറ്റീവ്, സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ ആൻഡ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ. പിന്നെ 3 തരം കോറിലേഷൻ ടൈപ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ നോക്കാം. വെദർ കോറിലേഷൻ ഈസ് പോസിറ്റീവ്, ഡയറക്റ്റ് ഓർ നെഗറ്റീവ്, ഇൻവേഴ്സ്. പോസിറ്റീവ് നമ്മൾ ഡയറക്റ്റ് പറയും, അതിൻ്റെ ഇൻവേഴ്സാണ് എന്ത്, നെഗറ്റീവ് എന്നാണ്. വുഡ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഓഫ് ദി വേരിയബിൾസ് ഇഫ് ബോത്ത് ദി വേരിയബിൾസ് ആർ വേരിയിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഇഫ് ആസ് വൺ വേരിയബിൾ ഈസ് ഇൻക്രീസിങ് ദി അതർ ഓൺ ആൻ ആവറേജ് ഈസ് ഓൾസോ ഇൻക്രീസിങ്, ഓർ ഇഫ് ആസ് വൺ വേരിയബിൾ ഈസ് ഡിക്രീസിങ് ദി അതർ ഓൺ ആൻ ആവറേജ് ഈസ് ഓൾസോ ഡിക്രീസിങ്. അതായത് 2 വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ 2 വേരിയബിൾസിൻ്റെ ഡയറക്ഷൻ, 2 വേരിയബിൾസും സെയിം ഡയറക്ഷനിലാണെങ്കിൽ വേരി ചെയ്യുന്നത്, അങ്ങനെയുള്ളത് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയും. അതായത് ഒന്ന് ഇങ്ങോട്ട് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റതും ഇങ്ങോട്ട് തന്നെയാണ് വേരി ചെയ്യുക. ഇനിയിപ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണ്, മറ്റത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് ഡയറക്ഷൻ വേണം, കാരണം ഒരേ ഡയറക്ഷൻ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. അടുത്തത് പോസിറ്റീവ് ഡയറക്ഷനിൽ പിന്നെ ഡിക്രീസിൻ്റെ കേസും വരും. അതായത് ഒന്ന് ഡിക്രീസ് ചെയ്യണം, മറ്റതും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് പോസിറ്റീവ് ഡയറക്ഷൻ പറയാം. അപ്പോൾ ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് അതിൻ്റെ വേരിയബിൾസ് ഒരേ ഡയറക്ഷനിലേക്ക് വാരി ചെയ്യുന്നത്, സെയിം ഡയറക്ഷനിലേക്ക് 2 വേരിയബിൾസും ഒരുമിച്ച് വേരി ചെയ്യുക മീൻസ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വേരിയബിൾ ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള ഒരു വേരിയബിൾ ഇങ്ങോട്ട് എത്തി, ഇത് എന്താണ്, പോസിറ്റീവ് ഡയറക്ഷനാണ്. കാരണം ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, അല്ല ഒരുമിച്ച് പോകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയാം. ഇഫ് ഓൺ ദി അതർ ഹാൻഡ് ദി വേരിയബിൾസ് ആർ വേരിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ആസ് വൺ വേരിയബിൾ ഈസ് ഇൻക്രീസ്. ഇനി മറ്റേ പറഞ്ഞ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻക്രീസ് ചെയ്യാണ്, ഒന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിക്രീസ് ചെയ്യാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് പറയാം. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതിന് നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുക. സോ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇനിയിപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ. ഇവിടെ എക്സാമ്പിൾ നോക്കാം. എക്സ് വൈ എന്ന് പറഞ്ഞ 2 വേരിയബിളാണ്. എക്സ് വൈ എന്ന് പറഞ്ഞ 2 വേരിയബിളിൽ എക്സ് 10, 12, 15, 18, 20 പറഞ്ഞിട്ട് എന്താണ്, ഇൻക്രീസ് ചെയ്ത് പോവാണ്. വൈ എന്ന് പറഞ്ഞത് 15, 20, 22, 25, 37 പറഞ്ഞിട്ട് അതും എന്താണ്, ഇൻക്രീസ് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. ഇനി അടുത്ത അതേപോലെ നോക്കുക. എക്സ് എന്ന് പറഞ്ഞത് 80, 70, 60, 40, 30 പറഞ്ഞ് ഡിക്രീസ് ചെയ്ത് വരികയാണ്. ആൻഡ് വൈ എന്ന് പറയുന്നത് 50, 44, 30, 20, 10 എന്ന് പറഞ്ഞിട്ട് ഡിക്രീസ് ചെയ്ത് വരികയാണ്. സോ നമുക്ക് എന്ത് പറയാം, അത് പോസിറ്റീവ് കോറിലേഷൻ. അതായത് എക്സും വൈയും ഇവിടെ ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്, അതേപോലെ ഇവിടെ എക്സും വൈയും എന്താണ്, ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അടുത്ത നെഗറ്റീവ്
കോറിലേഷനാണ്. നെഗറ്റീവ് കോറിലേഷൻ പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, എക്സ് എന്ന് പറഞ്ഞാൽ 20, 30, 40, 60, 80 എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. വൈ എന്ന് പറയുമ്പോൾ 40, 30, 22, 15, 10 എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്ത് വരും. അപ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യാണ്, വൈ നേരെ ഓപ്പോസിറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അവിടെ നെഗറ്റീവ് കോറിലേഷനാണെന്ന് പറയാം. അതേപോലെ അടുത്ത എക്സാമ്പിൾ 100, 90, 60, 40, 30 എന്ന് പറഞ്ഞിട്ട് എക്സ് ഡിക്രീസ് ചെയ്യാണ്, വൈ എന്ന് പറഞ്ഞത് എന്താ ഇൻക്രീസ് ചെയ്യണം. സോ അവിടെ എന്താ വരുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്താണ്, നെഗറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷനും തമ്മിലുള്ള ഡിഫറൻറ്റ് അതാണ്. ഇനി അടുത്തത് സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ സിമ്പിൾ, ആദ്യം സിമ്പിൾ നോക്കാം. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ദി നമ്പർ ഓഫ് വേരിയബിൾ സ്റ്റഡീസ്. അതായത് എത്ര വേരിയബിൾസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് സിമ്പിളാണോ പാർഷ്യലാണോ മൾട്ടിപ്പിൾ ആണോ എന്ന് പറയുന്നത്. വെൻ ഓൺലി 2 വേരിയബിൾസ് ആർ സ്റ്റഡി ഇറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് സിമ്പിൾ കോറിലേഷൻ. 2 വേരിയബിൾസിനെ കുറിച്ച് പഠിക്കുന്നത്, ആകെ 2 വേരിയബിൾസിനെ കുറിച്ച് പഠിക്കുന്നതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സിമ്പിൾ കോറിലേഷൻ ആണ് പറയാം. പക്ഷേ ഒരിക്കലും കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വേരിയബിൾ വരില്ല. കാരണം എന്താ വെച്ചാൽ ഒരു വേരിയബിൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ റിലേഷൻ വരുന്നില്ല. എന്തായാലും മിനിമം 2 എണ്ണെങ്കിലും വന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, റിലേഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൺലി 2 വേരിയബിൾസ്, 2 വേരിയബിൾസിനെ കുറിച്ച് മാത്രം പഠിക്കുന്നതിന് നമ്മൾ എന്ത് പറയും, സിമ്പിൾ കോറിലേഷൻ പറയും. വെൻ 3 or more വേരിയബിൾസ് ആർ സ്റ്റഡി ഇറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് ഏതർ മൾട്ടിപ്പിൾ ഓർ പാർഷ്യൽ കോറിലേഷൻ. ഇനി 3 or more, അതായത് 3 കൂടുതൽ വേരിയബിൾസിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, മൾട്ടിപ്പിൾ അല്ലെങ്കിൽ പാർഷ്യൽ കോറിലേഷൻ. In multiple correlation 3 or more variables are studied simultaneously. Multiple correlation ൽ 3 അതിൽ കൂടുതലോ പഠിക്കുന്നതിന് പറയും. For example, when we study the relationship between the yield of rice per acre and both the amount of rainfall and the amount of fertilizers used. ഈ മൾട്ടിപ്പിൾ കോറിലേഷൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we study relationship between the yield of rice per acre. ഒരു ഏക്കറിലെ yield ഓഫ് റൈസിൻ്റെ റിലേഷൻഷിപ്പാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഏക്കർ എന്ന് പറഞ്ഞിട്ട് കുറേ നമുക്ക് എന്ത് പറയാൻ പറ്റും, കുറേ ഏക്കറുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. ആൻഡ് ബോത്ത് ദി എമൗണ്ട് ഓഫ് റെയിൻഫോളിൻ്റെ എമൗണ്ട്, അതും എന്താണ് അവിടെ മൾട്ടിപ്പിൾസ് ആണ്. ആൻഡ് ദി എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസേഴ്സിൻ്റെ എമൗണ്ട് എന്താണ്, അതും മൾട്ടിപ്പിൾ ആണ്. ഇറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഓൺ ദി അതർ ഹാൻഡ് ഇൻ പാർഷ്യൽ കോറിലേഷൻ വി റെക്കഗ്നൈസ് മോർ ദാൻ 2 വേരിയബിൾസ്. പാർഷ്യൽ കോറിലേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വേരിയബിൾസിൻ്റെ മേലെ, ബട്ട് കൺസിഡർ ഓൺലി 2 വേരിയബിൾസ് ടു ബി ഇൻഫ്ലുവൻസ് ഈച്ച് other the effect of other influencing variables being kept constant. For example, in the rice problem taken above, if we limit our correlation analysis of yield and rainfall to periods when a certain average daily temperature existed, it becomes a problem relating partial correlation only. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് മൾട്ടിപ്പിളിൻ്റെയാണ്. ഇവിടെ മൾട്ടിപ്പിൾ കോറിലേഷൻ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെന്ത് പറഞ്ഞു, ഈൽഡിൻ്റെയാണ്, അതായത് റൈസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ റൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് 2 എണ്ണത്തിലാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്, ഒന്ന് എമൗണ്ട് ഓഫ് റെയിൻഫോളും ഒന്ന് എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസറും. എമൗണ്ട് ഓഫ് റെയിൻഫോളിൻ്റെയും എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസറിൻ്റെയും ബേസിലാണ് നമ്മളവിടെ ഈൽഡ് റൈസിൻ്റെ എന്തെടുക്കുന്നത്, റൈസിനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ടെമ്പറേച്ചറും കൂടി വരിക വിചാരിക്കുക. അതായത് റെയിൻഫോളിൻ്റെയും അതേപോലെ ഡെയിലി ടെമ്പറേച്ചറിൻ്റെയും പിന്നെന്താണ് ഫെർട്ടിലൈസറിൻ്റെയും കൂടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ അതെന്തായി, പാർഷ്യൽ കോറിലേഷനായിട്ട് മാറി. ഓക്കെ, അതാണ് സെക്കൻഡ് വൺ, സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു. അടുത്ത ലീനിയർ ആൻഡ് നോൺ ലീനിയറിനെ കേർവ് ലീനിയർ എന്നും പറയും. കോറിലേഷൻ പറഞ്ഞാൽ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ദ കോൺസ്റ്റൻസി ഓഫ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ ദി വേരിയബിൾസ്. അതായത് അവയുടെ കോൺസ്റ്റൻസി, വേരിയബിൾസിൻ്റെ കോൺസ്റ്റൻസിയുടെ ചേഞ്ചിൻ്റെ റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ. ഇഫ് ദി എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ടെൻസ് ടു ബി എസ് കോൺസ്റ്റൻറ്റ് റേഷ്യോ ടു ദി എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ദി അതർ വേരിയബിൾ ദെൻ ദി കോറിലേഷൻ ഈസ് സെറ്റ് ടു ബി ലീനിയർ. അതായത് ഒരു വേരിയബിളിൻ്റെ എമൗണ്ട് ഓഫ് ചേഞ്ച് ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലേക്ക് പോവുകയാണ്, അടുത്തതും അതേപോലെ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ലീനിയർ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒബ്സർവ് ദി ഫോളോയിങ് 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. എക്സ് വൈ 10, 20, 30, 40, 50, 70, 140, 210, 280, 350. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ഇസ് ദി സെയിം. കാരണം സെയിം ആണ്, കാരണം ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതേപോലെ 70, 140, 210, 350 അങ്ങനെ വരച്ചത്. അതിനേക്കാളും ലീനിയർ കോലീനിയർ എന്നുള്ള നമ്മൾ ഡെഫിനിഷൻ പറയുന്നതിനേക്കാളും എളുപ്പം നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാം. ഈ ഗ്രാഫ് വരച്ചിട്ട് ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ, ഇത് എക്സ്. സോ ഈ ഇതൊന്ന് അടയാളപ്പെടുത്തുമ്പോൾ 10, 20, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ മേലെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലീനിയർ ആണെന്ന് പറയാം. ഓക്കെ, ലീനിയറിൻ്റെ ഡെഫിനിഷൻ അത്രയേ ഉള്ളൂ. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ മേലെ ഈ പോയിൻറ്റ്സ് വരികയാണെങ്കിൽ ലീനിയർ ആണെന്ന് പറയാം. അതേപോലെ ഈ വൈൻ്റെ പോയിൻറ്റ്സും ആ ലൈൻ്റെ സ്ട്രെയിറ്റ് ലൈൻ്റെ മേലെ വരികയാണെങ്കിൽ ലീനിയർ എന്ന് പറയും.
If such variables are plotted on a graph paper, all the plotted points would fall on straight line. Okay, straight line മേലെ വരികയാണെങ്കിൽ correlation would be called non-linear or curve linear. ഇനി correlation നമ്മൾ non-linear എന്നോ അല്ലെങ്കിൽ curve linear എന്നോ വിളിക്കുക if the amount of change in one variable does not bear a constant ratio to the amount of change in the other variable. അതായത് ഒരു വേരിയബിളിന് ചേഞ്ച് ഉണ്ട്, പക്ഷേ മറ്റേ വേരിയബിളിന് അത് ആ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ ആയിട്ടുള്ള ചേഞ്ച് ഇല്ല വിചാരിക്കുക. സോ അങ്ങനത്തെ ലൈനാണ് നമ്മൾ എന്ത് പറയാം, നോൺ ലീനിയർ അഥവാ കേർവ് ലീനിയർ പറയാം. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ഡബിൾ ദി എമൗണ്ട് ഓഫ് റെയിൻഫോൾ ദി പ്രൊഡക്ഷൻ ഓഫ് റൈസ് ഓർ വീറ്റ് വുഡ് നോട്ട് നെസസറിലി ബി ഡബിൾ. അതായത് നമ്മൾ റെയിൻഫോളിൻ്റെ അളവ് ഡബിളാക്കി എന്ന് കരുതിയിട്ട് നമ്മളുടെ റൈസിൻ്റെയോ അല്ലെങ്കിൽ വീറ്റിൻ്റെയോ പ്രൊഡക്ഷൻ അവിടെ ഡബിൾ ആവണമെന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്താ വരുന്നത്, അപ്പോൾ അവിടെ വേരിയേഷൻ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കേർവൊക്കെ കിട്ടും. ഇങ്ങനെ കേർവൊക്കെ വരുമ്പോൾ നമുക്കതിന് നമ്മൾ എന്ത് പറയും, ഇറ്റ് ഈസ് നോൺ ലീനിയർ എന്ന് പറയും. സോ വി ഫൈൻഡ് എ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയബിൾസ്. ഹൗവർ സിൻസ് ടെക്നിക്സ് ഓഫ് അനലൈസിസ് ഫോർ മെഷറിംഗ് നോൺ ലീനിയർ കോറിലേഷൻ ആർ ഫാർ മോർ complicated than those for linear correlation, we generally make an assumption that the relationship between these variables of the linear type ഉള്ള റിലേഷനാണ് പറയുന്നത്. അപ്പോൾ ഇതിവിടെ പോസിറ്റീവ് ലീനിയർ കോറിലേഷൻ്റെ ജസ്റ്റ് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. പോസിറ്റീവ് ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എക്സിൻ്റെയും ഇതിപ്പോൾ വൈൻ്റെയാണ് വന്നിരിക്കുന്നത്. സോ എക്സിൻ്റെ കണ്ടോ ഇൻക്രീസ് ചെയ്ത് പോയിരിക്കുന്നത്, എക്സിൻ്റെ ഇൻക്രീസ് ചെയ്ത് ഈ ഒരു ഡോട്ടർ ലൈൻസ് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ വൈയും പോയിട്ടുണ്ട്. ഇനി കേർവ് ലീനിയർ കോറിലേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രൈറ്റ് ലൈൻ അല്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ. ഇനി നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ വരയ്ക്കാം, നെഗറ്റീവ് കോറിലേഷൻ പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ടും പോവും, ഒന്ന് ഇങ്ങോട്ടും വരും, താഴേക്കും വരും. ഓക്കെ, അങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് കോറിലേഷൻ്റെ ടൈപ്സ് വരുന്നത്. അപ്പോൾ 3 തരമാണുള്ളത്. ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ്, ഒന്ന് സിമ്പിൾ പാർഷ്യൽ മൾട്ടിപ്പിൾ, ആൻഡ് തേർഡ് വൺ പറഞ്ഞ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ഓക്കെ, താങ്ക് യു.